आयुष्याची नवीन सुरुवात मी करत आहे असं मी निश्चित म्हणेन. കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന മുതിർന്ന നേതാക്കളുടെ നിരയിൽ അവസാനത്തെയാളാണ് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ. ഫെബ്രുവരി 13-നാണ് അശോക് ചവാൻ ബി.ജെ.പിയിൽ ചേർന്നത്. ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല തന്റെ മാറ്റമെന്ന് ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിക്കുന്ന വേളയിൽ ചവാൻ പറഞ്ഞു. कालच राजीनामा दिल्यामुळे एकदम स्विच ओव्हर थोडासा മോദി സർക്കാരിനു കീഴിൽ തന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഉയർച്ചയുണ്ടാകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ബി.ജെ.പിയിലേക്ക് മാറാനുള്ള തീരുമാനമെടുത്തതെന്നും അശോക് ചവാൻ കൂട്ടിച്ചേർത്തു. അശോക് ചവാൻ മാത്രമല്ല, കോൺഗ്രസിലെ പല മുൻ മുഖ്യമന്ത്രിമാരും ബി.ജെ.പിയിലേക്ക് കൂറുമാറിയിട്ടുണ്ട്. മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി കിരൺ കുമാർ റെഡ്ഡി 2023 മാർച്ചിൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ഒരു മാസത്തിനു ശേഷം ബി.ജെ.പിയിൽ ചേർന്നിരുന്നു. ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലങ്കാന രൂപീകരിക്കാനുള്ള യു.പി.എ സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കിരൺ കുമാർ റെഡ്ഡി 2014 കോൺഗ്രസിൽ നിന്നും രാജിവെച്ചിരുന്നു. തുടർന്ന് ജയ് സമയ്കേന്ദ്ര എന്ന പാർട്ടി രൂപീകരിച്ചെങ്കിലും 2018 പാർട്ടി പിരിച്ചുവിടുകയും കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുകയുമായിരുന്നു. പഞ്ചാബ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ചീഫായ നവ്ജോത് സിംഗ് സിദ്ധുവുമായുള്ള തർക്കത്തെ തുടർന്ന് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് 2021 കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ബി.ജെ.പിയിൽ ചേർന്നിരുന്നു. 2017 മുൻ കർണാടക മുഖ്യമന്ത്രി എസ്.എം. കൃഷ്ണ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേരുന്നത്. ഗോവ മുൻ മുഖ്യമന്ത്രി ദിഗംബർ കാമത്ത് 2 തവണയാണ് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്നത്. 1994 കോൺഗ്രസിൽ നിന്നും രാജിവെച്ച ദിഗംബർ കാമത്ത് 2005 കോൺഗ്രസിൽ തിരിച്ചെത്തുകയും മനോഹർ പരീക്കറുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി സർക്കാരിനെ താഴെയിറക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു. 2022 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയതിനു ശേഷമാണ് ദിഗംബർ കാമത്ത് വീണ്ടും ബി.ജെ.പിയിൽ ചേരുന്നത്. 2016 ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി വിജയ് ബഹുഗുണ കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിൽ എത്തുന്നത്. 2013 ഉത്തരാഖണ്ഡ് വെള്ളപ്പൊക്കത്തിൽ രക്ഷാപ്രവർത്തനം വൈകിയതും ഇരകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാത്തതും കോൺഗ്രസ് സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ ആവശ്യപ്രകാരം 2014 വിജയ് ബഹുഗുണ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത്. തുടർന്നാണ് ബി.ജെ.പിയിലേക്കുള്ള മാറ്റം. 3 തവണ ഉത്തർപ്രദേശിന്റെയും 1 തവണ ഉത്തരാഖണ്ഡിന്റെയും മുഖ്യമന്ത്രിയായിരുന്ന നാരായൺ ദത്ത് തിവാരിയും മകൻ രോഹിത് ശേഖറും 2017 ബി.ജെ.പിയിൽ ചേരുന്നത്. 2016 ജൂലൈയിൽ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ പ്രേമ ഖണ്ഡു 2016 സെപ്റ്റംബറിൽ പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചലിൽ ചേരുകയും 2016 ഡിസംബറിൽ പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചലിന്റെ 32 MLA-മാർക്കൊപ്പം ബി.ജെ.പിയിൽ ചേരുകയുമായിരുന്നു. ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗദാംബിക പാൽ 2014 കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ബി.ജെ.പിയിൽ ചേർന്നത്. ശിവസേന അംഗമായിരുന്ന മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി നാരായൺ റാണെ 2005 കോൺഗ്രസിൽ ചേരുന്നത്. 2017 കോൺഗ്രസ് വിട്ട റാണെ മഹാരാഷ്ട്ര സ്വാഭിമാൻ പക്ഷ എന്ന പാർട്ടി രൂപീകരിക്കുകയും ബി.ജെ.പിക്ക് പരസ്യ പിന്തുണ നൽകുകയും ചെയ്തു. 2019 റാണെ ബി.ജെ.പിയിൽ ചേർന്നത്.